ടോണി ഒരു പുതിയ കാർ വാങ്ങി. അത് ഏറ്റവും ഹൈടെക് ആഡംബര കാറാണെന്ന് അവൻ പറഞ്ഞു. ആവേശത്തിൽ അവൻ തന്റെ മുഴുവൻ കുടുംബത്തെയും കൂട്ടി ഫസ്റ്റ് ഡ്രൈവിന് പോയി. പുതിയ കാർ സുഗമമായി ഓടിക്കാൻ ടോണി ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്തു. എന്നാൽ താമസിയാതെ പ്രശ്നം ആരംഭിച്ചു. കാറിന്റെ സ്ക്രീനിൽ ഒരു നീല ലൈറ്റ് മിന്നാൻ തുടങ്ങി. കാറിന്റെ വേഗത മണിക്കൂറിൽ 130 കിലോമീറ്റർ കുടുങ്ങി. അപ്പോൾ അവന്റെ ബുദ്ധിമാനായ അമ്മായിയപ്പൻ ഒരു ആശയം നൽകി. ആദ്യം ആക്സിലറേറ്റർ അമർത്തുക, തുടർന്ന് ബ്രേക്ക് അമർത്തുക. അവൻ ടോണിയോട് പറഞ്ഞു, ഒരു പക്ഷേ നീ കാൽ ശരിയായി വച്ചിട്ടില്ലായിരിക്കാം, ബ്രേക്ക് ശക്തമായി അമർത്തുക, വീണ്ടും വീണ്ടും ശ്രമിക്കുക. ടോണി അങ്ങനെ തന്നെ ചെയ്തു. പക്ഷേ വേഗത 160 ഉയർന്നു. ഇപ്പോൾ സ്ഥിതി കൂടുതൽ വഷളായി. ടോണി ഉടൻ തന്നെ കാർ കമ്പനിയെ വിളിച്ചു. ഏതെങ്കിലും വിദഗ്ധൻ സഹായിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സെയിൽസ്മാൻ മറ്റൊരു ഉപഭോക്താവിന് കാർ വിൽക്കുന്ന തിരക്കിലായിരുന്നു. അവൻ ടോണിയുടെ കോൾ വിച്ഛേദിച്ചു. ടോണിയുടെ ദേഷ്യം ഇപ്പോൾ അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നു. അവൻ ഓർത്തു, കാർ വിൽക്കുമ്പോൾ അവൻ വളരെ മധുരമായി സംസാരിക്കുമായിരുന്നു. ഹൈവേയിലെ ഗതാഗതക്കുരുക്ക് കൂടുതൽ വർദ്ധിച്ചു. മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കാതിരിക്കാൻ ടോണി കാർ തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് 3 വാഹനങ്ങൾ മുന്നിൽ വന്നു. മനസ്സില്ലാ മനസ്സോടെ ടോണി കാർ സർവീസ് റോഡിലേക്ക് തിരിച്ചു. തന്റെ പുതിയ BMW കാറിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ടോണിയുടെ കാർ അതിന്റെ ഡോർ തെറിപ്പിച്ചു. ആ മനുഷ്യൻ ദേഷ്യത്തോടെ നിലവിളിക്കാൻ തുടങ്ങി. ഉടനെ കാറിൽ ടോണിയുടെ പിന്നാലെ ഓടാൻ തുടങ്ങി. മറുവശത്ത് 2 ട്രാഫിക് പോലീസുകാർ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടോണിയുടെ വേഗത്തിലോടുന്ന കാർ കണ്ട് അവർ ഹെൽമെറ്റ് ധരിച്ച് അവനെ പിന്തുടരാൻ തുടങ്ങിയത്. ബ്രേക്ക് പരാജയപ്പെട്ടു എന്ന് ടോണി വിളിച്ചു പറഞ്ഞു. എന്നാൽ കാറ്റിന്റെ ശബ്ദം കാരണം പോലീസിന് ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. ടോണിയുടെ മിടുക്കിയായ ഭാര്യ പെട്ടെന്ന് തന്നെ ഇളയ സഹോദരിയുടെ സ്കെച്ച് ബുക്കിൽ നിന്നൊരു പേജ് കീറി. അവൾ അതിൽ SOS എന്ന് എഴുതി ജനാലയിലൂടെ പുറത്തേക്ക് വീശി. പക്ഷേ പേപ്പർ പറന്ന് പോലീസുകാരന്റെ മുഖത്ത് നേരിട്ട് പറ്റിപ്പിടിച്ചു. പോലീസുകാരൻ പേപ്പർ നീക്കം ചെയ്തു. പക്ഷേ അത് പറന്നുപോയി നേരിട്ട് BMW ഡ്രൈവറുടെ കാറിൽ പറ്റിപ്പിടിച്ചു. ഹൈവേയിൽ വെച്ചുണ്ടായ ഒരു കൂട്ടിയിടിയിൽ നിന്ന് അയാളുടെ കാർ കഷ്ടിച്ചു രക്ഷപ്പെട്ടു. മറുവശത്ത് ടോണി ബ്രേക്ക് പ്രയോഗിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ ബ്രേക്ക് പൂർണ്ണമായും പകർന്നിരുന്നു. BMW ഡ്രൈവർ ഇപ്പോൾ പ്രതികാരം ചെയ്യാൻ തയ്യാറായി. അവൻ ടോണിയുടെ കാറിൽ ഇടിക്കാൻ തുടങ്ങി. ഇത്രയും വേഗത്തിൽ ഇടിച്ചാൽ ജീവൻ അപകടത്തിലാകും. അപ്പോഴാണ് ടോണിയുടെ മകൻ ഒരു കളിപ്പാട്ട വില്ലും അമ്പും പുറത്തെടുത്തത്. അവൻ ഒരു അമ്പ് ചെയ്തു. അത് BMW ഡ്രൈവറുടെ കാലിൽ നേരിട്ട് തട്ടി. വേദനയിൽ അയാൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് കാർ റോഡരികിലുള്ള ഒരു ക്യാമ്പിലേക്ക് ഓടിച്ചു. ക്യാമ്പർമാർ അയാളെ പിടികൂടി കഠിനമായി മർദ്ദിച്ചു. ഇപ്പോൾ അമ്മായിയപ്പൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി. മറുവശത്ത് പോലീസ് ടോണിയുടെ കുടുംബത്തെ രക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ അമ്മായിയപ്പൻ ആ രംഗം കാണുന്നതിൽ മുഴുകിയിരുന്നതിനാൽ കാറിന്റെ സ്പീഡ് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ടോണിയുടെ ഗർഭിണിയായ ഭാര്യയെ ഹെലികോപ്റ്ററിൽ കയറ്റി നേരിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മുന്നിൽ ഒരു ഗതാഗത കുരുക്കുണ്ടായിരുന്നു. വളരെ കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മുഴുവൻ കാറും ഉയർത്താൻ രക്ഷാപ്രവർത്തകർ തീരുമാനിച്ചു. പക്ഷേ ടോണിയുടെ ആഡംബര കാർ മർദ്ദം താങ്ങാനാവാതെ താഴേക്ക് വന്ന് 2 ഭാഗങ്ങളായി പിളർന്നു. ഭാഗ്യവശാൽ ടോണിയും അമ്മായിയപ്പനും സുരക്ഷിതരായിരുന്നു. ഭാര്യ ആശുപത്രിയിൽ വെച്ച് കുഞ്ഞിന് ജന്മം നൽകി.